ഹലോ, ഇന്ന് നമുക്ക് രായൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? തൻ്റെ 3 സഹോദരങ്ങൾക്കും വേണ്ടി ഒരു ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 3 ആൺകുട്ടികളെ കാണിക്കുന്നു. ആദ്യത്തേത് കാത്തവരായൻ, രണ്ടാമത്തവൻ മുത്തുവേൽ രായൻ, മൂന്നാമത്തവൻ മാണിക്യരായൻ. അവരുടെ അമ്മയ്ക്ക് 4ാമതൊരു കുട്ടി ജനിക്കാൻ പോവുകയാണ്. മുത്തുവിനും മാണിക്യത്തിനും അനുജൻ വേണമെന്നും കാത്തവരായന് അനുജിത്ത് വേണമെന്നാണ് ആഗ്രഹം. ജനിച്ചതൊരു പെൺകുഞ്ഞ്. അവൾക്ക് മൂത്തവനായ കാത്തവരായൻ ദുർഗ എന്ന് പേരിട്ടു. കാത്തവരായന് ദുർഗ എന്നാൽ ജീവനാണ്. ഒരു സ്വാമിയാണ് കുഞ്ഞിന് പേര് നൽകിയതും. ഒരിക്കൽ പുറത്തു പോയ അച്ഛനും അമ്മയും തിരികെ വരാൻ താമസിച്ചപ്പോൾ പേടിച്ച കാത്തവരായൻ ദുർഗയും എടുത്ത് സ്വാമിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ സ്വാമി അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ സ്വാമിയാണെങ്കിൽ അത്ര നല്ലവനൊന്നുമല്ല. സ്വാമി ദുർഗയെ വിൽക്കുവാനായി വില പേശിയിരുന്നു. അതറിഞ്ഞ കാത്തവരായൻ ദുർഗയും കൊണ്ട് പോകുവാനായി ശ്രമിക്കവേ സ്വാമിയും കാത്തവരായനും തമ്മിൽ അടിയായി. ഒടുവിൽ തന്റെ സഹോദരിക്ക് വേണ്ടി അവനാണെങ്കിൽ സ്വാമിയെ കൊലപ്പെടുത്തി. അനുജന്മാരെയും അനുജത്തെയും കൂട്ടി ചെന്നൈയിലേക്ക് നാടുകടന്നു. ഒരു ലോറിക്കാരനായ ശേഖർ ആണെങ്കിൽ കാത്തവരായനോട് ഇനി എങ്ങനെ ജീവിക്കാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ജോലി ചെയ്ത് ഞാൻ ഇവരെ വളർത്തുമെന്ന് അവൻ പറഞ്ഞു. ശേഖർ അവരെ കൂടെ കൂട്ടി മക്കളെ പോലെ വളർത്തി. കാലം കടന്നുപോയി 4 പേരും വളർന്നു. ഇപ്പോൾ ദുർഗയുടെ പേരിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ്. രണ്ടാമൻ മുത്തുവിന് ജോലിയൊന്നുമില്ല. മൂന്നാമൻ മാണിക്യം കോളേജിൽ പഠിക്കുകയാണ്. കോളേജിൽ മാണിക്യം ഇലക്ഷന് നിൽക്കുന്നതിനാൽ സീനിയേഴ്സുമായി പ്രശ്നമുണ്ടാകും. ദുരയുടെ ആളുകൾ ദുർഗയുടെ പേരിൽ നടത്തുന്ന ഹോട്ടൽ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്ന കാര്യം പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന മാണിക്യം നേരെ ദുരയുടെ ആളുകളുള്ള ബാറിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കി. അവരെ തല്ലി. മാണിക്യത്തിനൊരു കാമുകിയുണ്ട്, മേഖല. അവൻ തല്ലുകൂടി നടക്കുന്നതിന് മേഖല അവനെ ഒരുപാട് വഴക്ക് പറയും. ദുർഗ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുകയാണ്. ശേഖർ വഴി മാണിക്യം ദുരയുടെ ആളുകളുമായി തല്ലുകൂടിയതറിഞ്ഞ കാത്തവരായൻ ദുരയെ ചെന്ന് കണ്ട് മാപ്പ് പറയുവാനായും തീരുമാനിച്ചു. അവിടേക്ക് പോവുകയാണ്. എന്നാൽ ദുരയാണെങ്കിലോ തന്റെ ശത്രുവായ സേതുവുമായി മീറ്റിംഗ് നടത്തുകയാണ്. ഇവർക്കിടയിൽ എന്നും പ്രശ്നമാണ്. പോലീസിന് തന്നെ ദുരയും സേതുവും ഒരു തലവേദന കേസാണ്. മീറ്റിംഗ് കഴിഞ്ഞതും കാത്തവരായൻ ദുരയെ കാണാനായി പോയി. എന്നിട്ട് തന്റെ സഹോദരൻ ചെയ്ത തെറ്റിന് മാപ്പും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ശേഖർ ദുർഗയുടെ വിവാഹം നടത്തണമെന്ന കാര്യം കാത്തവരായനോട് പറയും. അവനും അതിന് താല്പര്യമുണ്ട്. വീട്ടിലെത്തിയ കാത്തവരായനോട് ദുർഗ മുത്തുവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുകയാണ്. എന്നാൽ കാത്തവരായന് അത് കേട്ട് ടെൻഷനായി. സ്റ്റേഷനിലെത്തിയപ്പോഴോ നമുക്കൊന്നും പറ്റില്ല, കേസ് കൊടുത്തവൻ കേസ് പിൻവലിച്ചാലേ ഓക്കെ ആകൂ എന്ന് പോലീസ് പറയും. ബാറിൽ മുത്തുവിന്റെ തല്ലുകൊണ്ടവനാണ് കേസ് കൊടുത്തതും. അവനെ ചെന്ന് കണ്ട് കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നു കളയുമെന്ന് കാത്തവരായൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അയാൾ കേസും പിൻവലിച്ചു. മുത്തുവിനെ പോലീസ് റിലീസ് ചെയ്യുകയാണ്. വീട്ടിലെത്തിയ മുത്തുവിനെ കാത്തവരായൻ ഒരുപാട് വഴക്ക് പറയുന്നു. കോളേജിൽ നടക്കുന്ന പ്രശ്നം കാത്തവരായനോട് മാണിക്യം പറഞ്ഞു. നമുക്ക് ഈ ഇലക്ഷൻ ഒന്നും വേണ്ട, എല്ലാത്തിൽ നിന്നും പിന്മാറാനായും കാത്തവരായൻ അവനോട് പറഞ്ഞു. മാണിക്യമാണെങ്കിലോ അതനുസരിക്കും. അവനാകെ വിഷമമാണ്. മുത്തുവും മേഖലയും തമ്മിൽ ദിവസങ്ങൾ കഴിയും തോറും അടുപ്പം കൂടി വന്നു. ഒരിക്കൽ മേഖല മാണിക്യത്തോട് നിങ്ങളുടെ ചേട്ടൻ എന്താ ഇങ്ങനെ എപ്പോഴും ചിരിക്കാതെ മുഖം വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, കുട്ടിക്കാലം മുതൽ ചേട്ടനാണ് ഞങ്ങളെ വളർത്തിയത്. ഒരിക്കൽ സിറ്റിയിലേക്ക് പോയ അച്ഛനും അമ്മയും തിരികെ വന്നില്ല. മരിച്ചോ, ആരെങ്കിലും കൊന്നോ, അതോ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണോ എന്നൊന്നും അറിയില്ല. അന്നു മുതൽ ചേട്ടനാണ് നമ്മൾക്കെല്ലാം. ദുർഗയെ കാണുമ്പോൾ മാത്രം ചിരിക്കും, അത് തന്നെയാണ് എന്ന് പറയുകയാണ്. മറ്റൊരു വശത്ത് ദുർഗയോട് അവൾക്ക് വിവാഹം നോക്കുന്ന കാര്യം കാത്തവരായൻ പറഞ്ഞു. ദുർഗയും അതിന് സമ്മതിച്ചു. ഗുണ്ടയായ സേതുവിന് 2 ഭാര്യമാരാണ്. ഒന്നിനോട് പിണങ്ങുമ്പോൾ മറ്റൊന്നിനടുത്തേക്ക് പോകും. പോകും വഴിയിൽ സേതുവിനെ ആരോ കൊല്ലാനായി ശ്രമിച്ചു. കഷ്ടിച്ചാണ് സേതു രക്ഷപ്പെട്ടതും. സേതു അത് ചെയ്തത് ദുരയാണെന്ന് കരുതും. പക്ഷെ രണ്ടാളും തമ്മിൽ തല്ലി ചാകാനായിട്ട് പോലീസിന്റെ പ്ലാനായിരുന്നു അത്. കാത്തവരായന്റെ വീട്ടിൽ കല്യാണം ഉറപ്പിക്കൽ ചടങ്ങ് നടക്കുകയാണ്. സ്ത്രീധനമായി എല്ലാം കൊടുത്തിട്ടും ഒടുവിൽ ഹോട്ടലും ദുർഗയുടെ പേരിൽ എഴുതി നൽകി. അത് മുത്തുവിന് സഹിക്കാനായില്ല. നമുക്കിനി എന്താണുള്ളത് എന്നവൻ ചോദിക്കുമ്പോൾ കാത്തവരായൻ ദേഷ്യപ്പെടും. അതേസമയം തന്നെ മേഖലയുടെ അച്ഛൻ മുത്തുവിനെ കാണാനായി വന്നിട്ട് എന്റെ മകൾക്ക് കിട്ടുന്നത് ഈ കുടിയനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന മുത്തു അയാളെ തല്ലി. അതിനുശേഷം ബാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന മുത്തുവിനെ കാണാനെത്തിയ മേഖലയാണെങ്കിലോ അവനെ ഒരുപാട് വഴക്ക് പറയും. അവിടെ സേതുവും കൂട്ടരുമുണ്ട്. ദുരയുടെ ആളുകളെ കൊല്ലാനായി വന്നതാണ്. മറ്റൊരു ഗ്യാങ്ങും അവിടെ ഉണ്ടായിരുന്നു. മേഖല മുത്തുവുമായിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞവസാനിപ്പിച്ചിട്ട് അവനെ തല്ലിയിട്ട് ഇറങ്ങിപ്പോകും. അത് കണ്ട് മറ്റേ ഗ്യാങ് ഇരുന്ന് ചിരിക്കുകയാണ്. ദേഷ്യം വന്ന മുത്തു അവരുമായി അടിയായി. ഇത് കണ്ടു നിന്ന സേതുവിന്റെ ഗ്യാങ്ങും അതിലിടപെട്ടു. വലിയ പ്രശ്നമായി.
ഒരു ഗ്യാങ് വാർ തന്നെ നടക്കുകയാണ്. ഒരുപാട് പേർ മരിച്ചു. പുറത്ത് നിൽക്കുകയായിരുന്ന പോലീസ് ദുരയുടെ ഗ്യാങ്ങിലുള്ളവരെയൊക്കെ കൊന്നു. അതിനിടയിൽ മുത്തുവിന് കുത്തേറ്റു. അവൻ അവിടെ നിന്നും ആരും കാണാതെ പുറത്തേക്ക് കടക്കും. മുത്തുവിനെ കാണാതെ തിരക്കി വന്ന കാത്തവരായനാണെങ്കിലോ കണ്ടത് കുത്തേറ്റ് കിടക്കുന്ന മുത്തുവിനെയായിരുന്നു. അവന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദുർഗയ്ക്കൊരു കോൾ വരും. ദുരയായിരുന്നു വിളിച്ചത്. അവരുടെ കൂട്ടാളികളെ കൊന്നത് മുത്തുവാണെന്ന് കരുതി മുത്തുവിനെ കൊണ്ട് ഏൽപ്പിക്കാനായി പറഞ്ഞു. ഉടനെ തന്നെ രായനും തന്റെ 2 സഹോദരന്മാരും ദുരയുടെ വീട്ടിലേക്ക് ചെന്നു. ദുരയൊഴികെ ബാക്കിയുള്ളവരെ എല്ലാവരെയും കൊന്നു. ഒടുവിൽ ദുരയെയും കൊന്നിട്ട് രായൻ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം ഒന്നും നടക്കാത്ത പോലെ കുളിച്ചൊരുങ്ങി കടയിലേക്കും പോയി. ദുരയെ ആര് കൊന്നതാണെന്ന് സേതുവിന് ടെൻഷനായി. ഒടുവിൽ രായനാണ് അതിന് പിന്നിലെന്ന് സേതുവിന് മനസ്സിലായി. രായനെ വിളിച്ചിട്ട്, നീയാണോ ദുരയുടെ മരണത്തിന് പിന്നിൽ? എന്നോടൊപ്പം നിന്നാൽ നിനക്ക് ആവശ്യമുള്ള കാശ് ഞാൻ തരാമെന്ന് പറയും. സഹോദരിയുടെ വിവാഹത്തിനായി രായന് കാശ് ആവശ്യമായിരുന്നെങ്കിലും സേതുവിന്റെ ആവശ്യത്തിന് രായൻ തയ്യാറായില്ല. ഒന്നുകിൽ അവൻ എന്നോടൊപ്പം, ഇല്ലെങ്കിൽ അവൻ മരിക്കണമെന്നും സേതു തീരുമാനിച്ചു. സഹോദരിയുടെ കല്യാണത്തിന് ആവശ്യമായ കാശുമായി വരുന്ന വഴിയിൽ സേതുവിന്റെ ആൾക്കാർ രായനെ കൊല്ലുവാനായി ശ്രമിച്ചു. അവരെയെല്ലാം ഓരോരുത്തരെയായി രായൻ കൊന്നുകളഞ്ഞു. എന്നാൽ അവനെ പുറകിൽ നിന്ന് ആരോ കുത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ മാണിക്യവും മുത്തുവുമായിരുന്നു. വിറച്ച് വിറച്ചാണ് അവർ രായനെ കുത്തിയത്. അതേസമയം അവിടെ എത്തിയ ദുർഗ രായനെ രക്ഷിച്ചു കൊണ്ടുപോയി. മുത്തുവും മാണിക്യവും സേതുവിനടുത്തെത്തി. ഞങ്ങളുടെ ചേട്ടനെ കൊല്ലുവാനാണോ ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ലായിരുന്നു അത് നിങ്ങളുടെ ചേട്ടനായിരുന്നുവെന്ന് എന്നായിരുന്നു സേതു കള്ളം പറഞ്ഞത്. ദുർഗ രായനെ സേഫാക്കി ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. പക്ഷെ മറ്റൊരു വശത്ത് സേതുവിന്റെ ആൾക്കാർ കൊല്ലാനായി എത്തുകയാണ്. അവരെ എല്ലാം നേരിട്ട് ദുർഗ രായനെ രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി. എന്നാൽ മുത്തുവിനും മാണിക്യത്തിനും ആകെ ടെൻഷൻ. ചേട്ടനോട് പോയി മാപ്പ് പറയാമെന്ന് മാണിക്യം പറയുമ്പോൾ, വേണ്ട, ചേട്ടൻ നമ്മളോട് ക്ഷമിക്കില്ല, നമ്മളെ ചേട്ടൻ കൊല്ലും, അതിനു മുമ്പ് ചേട്ടനെ നമുക്ക് കൊല്ലണമെന്നും അവൻ പറയും. പക്ഷേ രായൻ എവിടെയെന്ന് അവർക്കറിയില്ലല്ലോ. പക്ഷേ രായനാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വന്നിരുന്നു, അതും ദുർഗയുടെ സഹായത്തോടു കൂടി. ഒരിക്കൽ മാണിക്യത്തിനു വേണ്ടി മാപ്പ് പറയുവാനായി ശേഖർ ആണെങ്കിൽ അവൻ ഉള്ളിടത്തേക്ക് പോകും. എന്നാൽ സേതു രായനെ കണ്ടെത്താനായി ശേഖറിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. രായൻ ഉള്ളിടം ചോദിക്കുമ്പോൾ ശേഖർ പറയില്ല. ശേഖറിനെ സേതു കൊന്നുകളഞ്ഞു. അതറിഞ്ഞ രായന് സങ്കടം സഹിക്കാനായില്ല. അവസാനം ശേഖർ മാണിക്യത്തിനെ കാണാനായി പോയ കാര്യം മനസ്സിലാക്കിയ രായൻ മാണിക്യത്തിനെ കൊല്ലുവാനായും തീരുമാനിച്ചു. അപ്പോൾ പോലീസിന് കോംപ്രമൈസ് ചെയ്യുവാനായി 2 ഗ്യാങ്ങിനെയും വിളിപ്പിച്ചു. മാണിക്യവും മുത്തുവും രായന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. രായൻ അവരോട് ക്ഷമിച്ചു. അപ്പോൾ അണ്ണനും തമ്പിയും ഒന്നിച്ചല്ലോ, നമുക്കൊരു പാർട്ടി വെക്കാമെന്ന് പറഞ്ഞ് സേതു അവരെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ 2 സഹോദരന്മാരോടും ദേഷ്യമുണ്ടായിരുന്ന ദുർഗയാണെങ്കിലോ മാണിക്യത്തിനെ കുത്തുകയാണ്. സേതുവിന്റെ മനസ്സിൽ പാർട്ടിക്കിടയിൽ രായനെ കൊല്ലണമെന്നായിരുന്നു. മാണിക്യം മരിച്ചതിൽ മുത്തു കരയുമ്പോൾ സേതുവുമായി അടി നടക്കുകയായിരുന്നു. സേതുവും മുത്തുവുമായി ഫൈറ്റ് നടക്കും. അപ്പോഴും സേതു രായനെ കൊല്ലാനായി മുത്തുവിനോട് പറയും. അവിടെ എത്തിയ രായൻ സേതുവിനെ അടിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ചവനെ തീ കൊളുത്തി. ഒടുവിൽ തന്നെ വെറുതെ വിടാനായി പറഞ്ഞിട്ടും മുത്തുവിനെയും രായൻ കൊന്നുകളഞ്ഞു. പോലീസിന്റെ ഐഡിയ ആയിരുന്നു അത്. സേതുവിന്റെ ഏരിയയിൽ കടന്ന് സേതുവിനെ കൊന്നാൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പോലീസ് രായനോട് പറഞ്ഞു. അതാണ് രായൻ അങ്ങനെ ചെയ്തതും. എന്നാൽ അത് കഴിഞ്ഞ് രായനെ കൊല്ലാനാണ് പോലീസ് കരുതിയിരുന്നത്. ഇതിനിടയിൽ മേഖല പ്രസവിച്ചിരുന്നു. മുത്തുവിന്റെ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് മേഖല ആ കുഞ്ഞിനെ രായൻ ഏൽപ്പിക്കും. അങ്ങനെ രായൻ ദുർഗയെയും കുഞ്ഞിനെയും കൊണ്ട് നാട് വിടുകയാണ്. കാരണം എന്തെന്നാൽ പോലീസ് തന്നെ ചതിക്കുമെന്ന് രായന് നന്നായി അറിയാം. അവൻ ആ കാശ് വാങ്ങാതെ രായൻ ദുർഗയെയും കുഞ്ഞിനെയും കൊണ്ട് നാട് വിട്ടു. പോലീസ് ആണെങ്കിലോ രായനെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടിട്ട് അത് നടക്കാതെ നിൽക്കുകയാണ്. അതോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.